ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ടും ഇല്ല, കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നടക്കാറില്ല. ഞാൻ നോർമലി ഇപ്പം നമ്മളെന്തായാലും പുലർച്ചെ എണീക്കുമല്ലോ നോമ്പായതുകൊണ്ട്. അതും പിന്നെ ഞങ്ങൾ ഇഫ്താർ, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ആഡ് ആക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ ലീവിലാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ ഡെലിവറിയൊക്കെ ആയിട്ട് അവളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീട്ടിലായതുകൊണ്ട് അധികം വലിയ വലിയ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കുന്നില്ല. നോർമലി രാവിലെ എണീക്കുന്നു, പണികളൊക്കെ കഴിക്കുന്നു, അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുലർച്ചയ്ക്കുള്ള എൻ്റെ ഫുഡാണ് കാണിക്കുന്നത്. ഞാനൊരു പഴവും ഒരു മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നോർമലി ഞാൻ ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറ് കഴിച്ചാൽ എനിക്ക് നല്ല ഹാപ്പി ആവുള്ളൂ. പക്ഷേ ചോറ് കഴിക്കുന്നതുകൊണ്ട് രാവിലെ എണീറ്റാൽ ഭയങ്കര വയറിന് എന്തൊക്കെയോ ഒരു കത്തിക്കാളിലും ആകെ കൂടി ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ സിസ്റ്ററിനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവൾക്ക് എന്തായാലും രാവിലെ മുട്ടയും പഴമൊക്കെ ഉമ്മ പുഴുങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ദിവസം ഇങ്ങനെ ഇത് കഴിച്ചതാണ്. അപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായി. എനിക്ക് ഒരു നോമ്പ് നോറ്റൊരു ബുദ്ധിമുട്ടേ ഇല്ല. നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മുട്ടയും പഴം തന്നെയാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പാൽ ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിനൊന്ന് മനസ്സിലായിരുന്നായിരുന്നു, ഞങ്ങൾ ഈ പെലച്ചാന്നൊക്കെയാണ് പറയൽ കേട്ടോ. അതോ ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ലൈറ്റായിട്ട് കുറച്ച് പ്രോട്ടീൻ കൂടിയ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് വയറിന് നല്ല സുഖം ഉണ്ടാവും. അല്ല നമ്മൾ ഈ ചോറ് എത്ര കഴിച്ചിട്ടും കാര്യമില്ല, രാവിലെ എണീക്കുമ്പോഴേക്കും അതൊക്കെ ഫുള്ള് പോണ പോലെയാണ് തോന്നാറുള്ളത്. പിന്നെ ഈ സമയത്ത് ഫേസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ സമയം സത്യം പറഞ്ഞാൽ എണീക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ എണീക്കാതെ വയ്യല്ലോ, അതുകൊണ്ട് എണീറ്റ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നു. പിന്നെ ഞങ്ങളിപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഹെയർ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതായിരുന്നു, പക്ഷെ നല്ല മുടി കൊഴിച്ചിലാണ്, എനിക്ക് നല്ല താരനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി നന്നായിട്ടൊന്ന് കയറ്റി വെട്ടാൻ. ഞാൻ ഒരുപാട് വർഷമായി മുടി വെട്ടിയിട്ട്, നന്നായിട്ടൊന്ന് കയറ്റി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. പിന്നെ താരനുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, ഞാൻ ഒരു ക്രീം ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ലോഷൻ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാനത് പറയാത്തത്, എങ്ങനെയുണ്ടെന്ന് അറിയാതെ ഞാൻ നിങ്ങൾക്ക് വെറുതെ റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ പാർലറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ലോറ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ പാർലർ തുറന്നിട്ടില്ല. പിന്നെ ചേച്ചിനെ വിളിച്ച് ചേച്ചി വന്നിപ്പം തുറക്കുകയാണ്. അപ്പം ചേച്ചി നല്ല ഒരു സ്വഭാവമുള്ള ചേച്ചിയാണ്. പിന്നെ ചേച്ചിക്ക് നല്ല മുടിയുണ്ട്. പിന്നെ അതുകൊണ്ടാണോന്ന് അറിയില്ല, ചേച്ചി മുടി വെട്ട് നന്നായിട്ട് വളരും എന്ന് പറയണ കേട്ടു. എൻ്റെ മുടി ഇതുവരെ ആരും അങ്ങനെ പുറത്തുനിന്നൊന്നും ഞാൻ വെട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് അങ്ങനെ കുറച്ച് കയറ്റി വെട്ടുന്നതുകൊണ്ട് ഒന്ന് പാർലറിൽ പോയി വെട്ടാം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് എത്തി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, പണികളൊക്കെ കഴിച്ച് വൈകുന്നേരമായി. അപ്പം നല്ല കാറ്റും മഴയാണ്, കറണ്ട് പോയി. അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് അടിക്കാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ന് തണ്ണിമത്തനാണ് ജ്യൂസ് കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചു ഞാനിത് ഇങ്ങനെ നമ്മൾ വത്തക്ക വെള്ളം ഉണ്ടാക്കും, ഇങ്ങനെ കുത്തി ഉടച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ പിന്നെ വിചാരിച്ചു ഇനി കറണ്ട് വരുമോ നോക്കാമെന്ന് വിചാരിച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നലെ ഞാൻ കട്ട്ലേറ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് പൊരിച്ചിട്ടില്ല. അതെടുത്ത് ഇതേപോലെ ഒന്ന് പൊരിച്ച് റെഡിയാക്കി, അതും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ മാത്രമേ നോമ്പുള്ളതുള്ളൂ, സിസ്റ്ററിന് പറ്റൂലല്ലോ. പിന്നെ ഉമ്മാക്ക് വേറൊരു തുറവി ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രം ആയതുകൊണ്ട് അധികം വിഭവങ്ങളൊന്നുമില്ല. നോർമലി അപ്പം മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസും കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസും ചെറിയൊരു തണ്ണിമത്തൻ്റെ പീസുണ്ട്, പിന്നെ കട്ട്ലേറ്റും, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട്. പിന്നെ മാക്സിമം കുറയ്ക്കുക, കാരണം തടി ഇങ്ങനെ വെച്ച് വരികയാണ്. അപ്പോൾ മാക്സിമം അധികം കഴിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലത് കിട്ടിയാൽ കഴിക്കുകയും ചെയ്യും, അങ്ങനൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ പ്ലേറ്റിലാക്കട്ടെ. എന്നിട്ടിപ്പോൾ ബാങ്ക് കൊടുക്കാനായി, വൈകുന്നേരം ആകുമ്പോൾ ഒരു സമാധാനമാണ്, ബാങ്ക് കൊടുക്കാനായല്ലോ എന്നാലോചിക്കുമ്പോൾ. അപ്പം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറന്ന് പിന്നെ അധികം പണിയൊന്നുമില്ല. ചില ദിവസം വീട്ടിൽ അവിടെ ആയപ്പോൾ തറാവിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ പോയിട്ടില്ല, കാരണം 2-3 കുട്ടികളാണ്. അവൾക്ക് 3 കുട്ടികൾ, എൻ്റെതും എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല. ഉമ്മ തറാവിക്ക് പോവുകയും ചെയ്യും. നല്ല ക്ഷീണമുണ്ട്. എന്താണെന്നറിയാം, ഈ ഒരു 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട് കേട്ടോ. വെയിലുകൊണ്ടോ ചൂടുകൊണ്ടൊക്കെ ആവാം.
അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുത്തു. അൽഹംദുലില്ലാ നോമ്പ് തുറക്കുകയാണ്. ഈ വെള്ളം മാത്രം കുടിച്ചാൽ തന്നെ നമ്മൾ ഈ ഒരു പ്രശ്നമൊക്കെ മാറും. അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണവും കുഴക്കും വിശപ്പും എല്ലാം ഒരു 2 ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ മാറും. പക്ഷേ ആ ഒരു വെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ രാവിലെ മുതൽ രാത്രി വരെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ വിശപ്പ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റും നോമ്പ്. അതെല്ലാവരും ഒന്നൊരു നോമ്പ് എടുത്ത് നോക്കണം. ഇപ്പോഴുള്ള ഈ പട്ടിണി കിടക്കുന്നവരൊക്കെ ഒരവസ്ഥ എന്താണെന്ന് മനസ്സിലാവുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പവും മീൻകറിയായിരുന്നു അതിരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് പാച്ചുവിന് എക്സാം വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നത്തെ പരിപാടി അതൊക്കെയാണ്. അവന് ഇരിക്കും കേട്ടോ, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരുമിച്ച് ഇരിക്കണം, അല്ലെങ്കിൽ നോക്കൂല. നമ്മൾ ഒരുമിച്ച് ഇരുന്നാൽ ഒക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അവൻ്റെ കുറച്ച് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നോർമലി പിന്നെ ഉറങ്ങാൻ പോവാണ്. ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഞാൻ വേറെ ആരെയും കാണിച്ചിട്ടില്ല. സിസ്റ്ററിനെയും കുട്ടികളെയൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ Q&A ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അതും ചെയ്യാൻ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടാവുമല്ലോ. അധികം ആൾക്കാരൊന്നും നമ്മൾ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.